ടാ, ഇവൻ നിന്റെ കൂടെ +2 പഠിച്ചതല്ലേ? ഇവൻ പ്രയാതത്തിനെ കൊഴിപ്പിക്കോ? എന്റെ അമ്മയോ മന്ത്രവാദി നല്ല ഇലക്ട്രീഷ്യനാ. അവൻ കണ്ടറിഞ്ഞൂടെ? അയ്യേ, എന്തായേ +2 കഴിഞ്ഞപ്പോ അവന്റെ വീട്ടുകാരി ഉന്തി നള്ളി 4-5 വർഷത്തെ കോഴ്സ് എടുപ്പിച്ചില്ലേ? അതാണ് അവൻ രക്ഷപ്പെട്ടു. ഇതുകൊണ്ടൊക്കെ എന്ത് ശമ്പളം കിട്ടാനാ? ശമ്പളമല്ലമ്മേ, ലാഭം. ഇനി പ്രകാശിക്കട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ. വിക്ടറി ITI ഷൊർണൂർ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. VS-നെതിരെ മോശം പരാമർശം പ്രതികരിച്ച് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് കലാമണ്ഡലം. കഴിഞ്ഞ ദിവസം അന്തരിച്ച ഏറെ ബഹുമാനനായ മുൻ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ അവരുടെ അനുശോചനം അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ചേലക്കരയിലെ CPM-ഉം CIT-യും അദ്ദേഹത്തോട് ചെയ്യുന്നത് ഏറ്റവും വലിയ അനാദരവാണ് എന്നാണ് ആദ്യമായി തന്നെ ചേലക്കരയിലെ യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ പ്രചരിപ്പിച്ച ഒരു സ്ക്രീൻഷോട്ട്, ആ സ്ക്രീൻഷോട്ട് ശ്രീ M സ്വരാജ് നടത്തിയ ഒരു പ്രസ്താവനയ്ക്ക് താഴെ, ആ 2.5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രസ്താവനയ്ക്ക് താഴെ ഞാൻ നടത്തിയ ഒരു കമൻറ്റ്, ആ കമൻറ്റിനെ ചുറ്റിപ്പറ്റിയാണ്. അത് VS അച്യുതാനന്ദനെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു നേതാവായിട്ടുള്ള VS അച്യുതാനന്ദനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ എല്ലാ സൈബർ അണികളും സഖാക്കളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തീർത്തും വസ്തുതാവിരുദ്ധമാണ്. അത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതിന് താഴെയാണ് ആ ഒരു കമൻറ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇവിടെയുള്ള എല്ലാ CPM-ൻ്റെയും CIT-ൻ്റെയും ആളുകൾക്കെല്ലാം അറിയാവുന്നതാണ്. ഇത് തീർത്തും വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ സൈബർ ആക്രമണം നടത്തുന്നതിനു വേണ്ടിയിട്ട് ഈ ഒരു അവസരം, ഈ ഒരു അദ്ദേഹത്തിനെ ഏറെ ബഹുമാനിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ വിലാപയാത്ര നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരം ഒരിക്കലും ഉപയോഗപ്പെടുത്താൻ പാടില്ലായിരുന്നു എന്നാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു പ്രസ്താവന നടത്താനുണ്ടായ ഈ ഒരു കമൻറ്റ് ഇടാനുണ്ടായൊരു സാഹചര്യം, അത് മുൻകാലങ്ങളിൽ നമുക്കറിയാം. ഏറെ ബഹുമാനിക്കുന്ന അച്യുതാനന്ദൻ അവരുടെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്താവന ഇറക്കിയ ഒരാളുടെ ആ പോസ്റ്റിന് താഴെയാണ് അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തുന്നത് കണ്ടപ്പോൾ വളരെ വൈകാരികമായി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത് അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട്. ആ സമയത്ത് അനുശോചനം രേഖപ്പെടുത്തുന്നത് കണ്ടപ്പോൾ ആ ഇരട്ടത്താപ്പ് നയത്തിനെതിരെയാണ് ആ ഒരു കമൻറ്റ് അതിൽ രേഖപ്പെടുത്തേണ്ടി വന്നത്. അത് തീർത്തും എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആ കമൻറ്റ് ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഒരു 2.5 മിനിറ്റ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു M സ്വരാജ് എന്ന വ്യക്തിയുടെ ആ ഇതിലാണ് കമൻറ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.